ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഐഷസ് കിച്ചൻ. ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു പാർട്ടി ഡ്രിങ്ക് അല്ലെങ്കിൽ വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. പുതിനയില, നാരങ്ങനീര്, പിന്നെ ഏതെങ്കിലും ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക്, അതായത് സ്പ്രൈറ്റ്, മൗണ്ടൻ ഡ്യൂ അതുപോലത്തെ ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ നമ്മളുടെ പ്ലെയിൻ സോഡ ആയാലും മതി. അതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ. ഇത് ഷുഗർ സിറപ്പാണ്. ഞാൻ നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ടുണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽട്ട് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മെൽട്ട് ആക്കിയാൽ മതി, വല്ലാണ്ട് അത് ബോയിൽ ചെയ്യണ്ട. എന്നിട്ട് അത് തണുപ്പിച്ചതാണിത്. ഇതിലൊരു 3 ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് പുതിനയുടെ ഇലയാണ്. ഇതാണ് പുതിനയില. ഇതൊരു 1/4 കപ്പ് അല്ലെങ്കിൽ അതിൽ കുറവ് എടുക്കാവുന്നതാണ്. അത് കഴുകിയിട്ട് ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തതാണിത്. ഇത് 1/4 കപ്പിലും കൂടുതൽ എടുക്കണ്ട, പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ ഇല്ലാത്തവർക്ക് അതൊരു 1/4 കപ്പിലും കുറവ് എടുക്കാവുന്നതാണ്. പിന്നെ ചെറുനാരങ്ങ നീര് ഒരു 3 ടേബിൾ സ്പൂൺ. 2 കപ്പ് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ലെമൺ സ്ലൈസസും പിന്നെ പുതിനയിലയും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്, ഒരു 6 ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്പ്രൈറ്റാണ്. ഇതുപോലത്തെ ഏത് ഡ്രിങ്കും ഉപയോഗിക്കാം. മൗണ്ടൻ ഡ്യൂ ഒക്കെ പോലത്തെ കളർലെസ് ഡ്രിങ്ക് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് പുതിനയില, നാരങ്ങനീര്, ഷുഗർ സിറപ്പ് ചേർത്തിട്ട് ഒരു ജ്യൂസ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബ്ലെൻഡർ എടുത്ത് അതിലേക്ക് പുതിനയിലയും നാരങ്ങനീരും പിന്നെ ഷുഗർ സിറപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. കാരണം മധുരം കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഈ സ്പ്രൈറ്റിലെയും മൗണ്ടൻ ഡ്യൂയിലൊക്കെ ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ടേസ്റ്റ് നോക്കിയിട്ട് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം ഇല്ലെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുതിനയിലൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ജ്യൂസിലേക്ക് ഇത് ചേർക്കാൻ പറ്റുള്ളൂ, നേരിട്ട് ചേർക്കാൻ പറ്റില്ല. അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ചേർക്കാൻ. അതിനി ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട് ജ്യൂസ്. പിന്നെ ഞാനിപ്പോൾ ഇത് 2 സെർവിങ് ഗ്ലാസ്സിലേക്ക് ഞാനിപ്പോൾ ഇത് ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതിപ്പം ഒരുപാട് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഈ കപ്പിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് കാണിച്ചു തരാം. ഈ ജ്യൂസ് ഒന്ന് മധുരവും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കുക. എന്നിട്ട് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറുനാരങ്ങ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര സിറപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഈ സ്പ്രൈറ്റ് നമ്മൾക്ക് ഇതിൽ ചേർക്കാനുണ്ടല്ലോ, അപ്പോൾ അത് ഓൾറെഡി മധുരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഷുഗർ സിറപ്പൊക്കെ ലാസ്റ്റ് ചേർക്കുന്നതാവും നല്ലത്. ഇനി നമുക്ക് ഓരോ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒരു 1/4 കപ്പോളം നമുക്ക് ഈ ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കപ്പിൽ കൂടണ്ട, അത് മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഇതിന് മുകളിൽ ഈ സ്പ്രൈറ്റ് അല്ലെങ്കിൽ മൗണ്ടൻ ഡ്യൂ ചേർത്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ സ്പ്രൈറ്റിന് അല്ലെങ്കിൽ മൗണ്ടൻ ഡ്യൂക്ക് പകരം നിങ്ങൾ പ്ലെയിൻ സോഡയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്ന് സെറ്റിലാവാൻ നോക്കണം, കാരണം ഇതിപ്പം ഫുള്ളായിട്ടുണ്ടാവില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 ക്യൂബ്സ് വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ കപ്പിലേക്ക്. പിന്നെ അതുപോലെ നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ട് മിൻറ്റ് ലീവ്സിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും ഈ ഡ്രിങ്കിൽ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ലൈറ്റാവും. ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്, അത് ലാസ്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഫൈനലായിട്ട് ഈ സ്പ്രൈറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രൈറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 2 ഗ്ലാസ് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രൈറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ലെമൺ സ്ലൈസസ് ചേർത്ത് കൊടുത്ത് പിന്നെ മിൻറ്റ് ലീവ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ ഫൈനൽ ഗാർണിഷിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ റെഡി ടു സെർവ് ആണ്. ഇപ്പോൾ ഈ വെർജിൻ മൊജിറ്റോയിൽ നമ്മളിപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഐസ് ക്യൂബ്സ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലർക്ക് ഇതിൻ്റെ പുതിനയിലയുടെ ഫ്ലേവറും ടേസ്റ്റും ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർക്കായിട്ട് ഇതൊന്ന് ലൈറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇത് കുടിക്കാവുന്നതാണ്. അതായത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒന്നുകൂടെ ഇത് ലൈറ്റാവും. പിന്നെ അതുപോലെ ഇപ്പോൾ വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്വീറ്റ്നെസ് നോക്കിയിട്ട് ഇല്ലയെന്നാണെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ടു സെർവ് ആണ്. അത് പെട്ടെന്ന് തന്നെ കഴിക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കരുത്. കാരണം ലെമൺ ജ്യൂസിൻ്റെയും പുതിനയിലയുടെയും ഫ്ലേവറൊക്കെ മാറിപ്പോവും. പിന്നെ ടേസ്റ്റിൽ വ്യത്യാസം വരും. പിന്നെ അതുപോലെ മൗണ്ടൻ ഡ്യൂ, സ്പ്രൈറ്റ് ഇതൊന്നും യൂസ് ചെയ്യാത്തവർ പ്ലെയിൻ സോഡ വെച്ചിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യാം. അങ്ങനെയെങ്കിൽ ഷുഗർ സിറപ്പ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരക്ക് വേണ്ടിയിട്ട് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഒന്നുകൂടെ ലൈറ്റാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ എടുത്തിട്ടുണ്ട്. അതായത് ഈ പുതിനയിലയുടെ ഫ്ലേവർ ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ ചേർക്കുക. പിന്നെ അതുപോലെ എൻ്റെ ബ്ലോഗിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കാണാൻ മറക്കരുത്. പിന്നെ വേറെ റെസിപ്പീസൊക്കെ വേണമെങ്കിൽ അതിൽ സെർച്ച് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.